ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. അപ്പോൾ പിന്നെ നല്ല ചൂടുള്ള ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. രാത്രി തന്നെ ദോശക്കുള്ള മാവൊക്കെ അമ്മ അരച്ച് വെച്ചിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി തുടങ്ങി. ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ അടുത്തേക്ക് ഒരു കക്ഷി വരുന്നത് അമ്മയെ എടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ മോനെ എടുത്ത് ഒക്കത്തും വെച്ചിട്ടാണ് ബാക്കി പണികളൊക്കെ ചെയ്തത്. കുഞ്ഞുമക്കളുള്ള അമ്മമാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും. അതിൻ്റെ ഇടയിൽ അവൾക്ക് ഫോട്ടോ എടുക്കണം. ഫോൺ കണ്ട് അപ്പം ഫോട്ടോ എടുക്കണം. അപ്പം പിന്നെ കുറച്ച് എക്സ്പ്രഷനൊക്കെ ഇട്ട് ഞാനും കുറച്ച് പോസൊക്കെ ചെയ്ത് കൊടുത്തു. അവരും ഹാപ്പി, ഞാനും ഹാപ്പി. അങ്ങനെ ഇരിക്കലേ നമ്മുടെ ദോശക്കുട്ടൻ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം ചൂടുള്ള ആവി പറക്കണ ദോശക്കുട്ടൻ സെറ്റ്. ഞാനിപ്പോഴത്തെ നല്ല ചൂട് ദോശയും ചമ്മന്തിയും ചായയൊക്കെ കൂടി കുടിച്ച വാവ് സൂപ്പർ. അങ്ങനെ ദോശ ഉണ്ടാക്കുന്ന ദിവസം നമ്മുടെ പുത്രിക്ക് നല്ല പൂ പോലെയുള്ള ദോശ. അങ്ങനെയല്ല കേട്ടോ, പൂദോശ നിർബന്ധമാണ്. അപ്പം എനിക്ക് വലിയ വരയ്ക്കാനൊന്നും അറിഞ്ഞില്ലെങ്കിലും നമ്മളെന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി അങ്ങ് പൂ പോലെയുള്ളൊരു ദോശ അങ്ങ് ഉണ്ടാക്കി കൊടുക്കും. അവളും ഹാപ്പി, ഞാനും ഹാപ്പി. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ സന്തോഷമാട്ടോ ഈ കൈ കൊട്ടി കഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ പൂ പോലെയുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശക്കൂട്ടൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി ചായ കുടിക്കാൻ പോവാം. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി ചായ കുടിച്ചോ. ടാറ്റാ ബൈ ബൈ, സീ യു.